ഇഫ് സൈൻ ബി ഈസ് ഈക്വൽ ടു 1/4 ഫൈൻഡ് സീക്ക് ബി. നമുക്ക് സൈൻ ബിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 1/4 ആണ്. നമ്മൾ കാണേണ്ടത് സീക്ക് ബിയുടെ വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് എഴുതുക? സൈൻ ബി. സൈനിൻ്റെ ഫോർമുല, സൈൻ തീറ്റയുടെ ഫോർമുല എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ആണ് സൈൻ തീറ്റയുടെ ഫോർമുല. അല്ലെങ്കിൽ സൈൻ ബിയുടെ ഫോർമുല ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ്, എതിർവശം ബൈ കർണം, ഇസ് ഈക്വൽ ടു 1/4 എന്നെഴുതി. ഇനി നമ്മൾ ഒരു ട്രയാങ്കിളിൻ്റെ ചിത്രം വരയ്ക്കുക. ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. അത് റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കണം, മട്ടത്രികോണായിരിക്കണം. റൈറ്റ് ട്രയാങ്കിൾ വരച്ചു നമ്മൾ. എന്നിട്ട് ഇവിടെ ബി അല്ലെന്നിരിക്കണേ, ഇത് റൈറ്റ് ആംഗിളാണ്, അവിടെ നമ്മൾ ബി എഴുതരുത്. ഇത് മട്ടകോൺ 90 ഡിഗ്രിയാണ്, അവിടെ ഈ ബി എഴുതരുത്. ബാക്കി ഏതെങ്കിലും ഒരു സ്ഥലത്ത് എഴുതുക. അപ്പോൾ ഇവിടെ നമ്മൾ എ എന്നെഴുതിയ, ഇവിടെ ബി, ഇവിടെ സി. ഇതാണ് ട്രയാങ്കിൾ. ഇനി ഇതിൽ ഈ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ്, 90 ഡിഗ്രി ആംഗിൾ ഉണ്ടല്ലോ, അതിൻ്റെ ഓപ്പോസിറ്റാണ് എപ്പോഴും ഹൈപ്പോട്ട്ന്യൂസ് വരിക. ഇനി നമ്മൾ ഇതിലേതാണെങ്കിൽ സൈൻ ബി അല്ലേ, ആ ബി മാർക്ക് ചെയ്യുക. അപ്പോൾ 90 ഡിഗ്രിയുടെ എതിർഭാഗത്ത് ഹൈപ്പോട്ട്ന്യൂസ് എഴുതുക. നമുക്ക് തന്നിട്ടുള്ള ആംഗിൾ ബി എടുക്കുക, അതിൻ്റെ എതിർഭാഗത്ത് ഓപ്പോസിറ്റ് സൈഡ് എന്ന് എഴുതുക. ഓപ്പോസിറ്റ് സൈഡ്, റിമൈനിങ് സൈഡ് ഇതാണ്, അവിടെ നമ്മൾ അഡ്ജസൻറ്റ് സൈഡ് എന്ന് എഴുതുക. അഡ്ജസൻറ്റ് സൈഡ്. ഇനി നമുക്ക് ഇത് നോക്കൂ, സൈൻ ബി ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് 1 ആണ്, ഓപ്പോസിറ്റ് സൈഡ് 1. അപ്പോൾ ഇവിടെ 1 എന്ന് എഴുതുക. ഹൈപ്പോട്ട്ന്യൂസ് 4, ഹൈപ്പോട്ട്ന്യൂസ് 4 എന്ന് എഴുതുക. നമ്മൾ ഇനി അഡ്ജസൻറ്റ് സൈഡ് കാണണം. അഡ്ജസൻറ്റ് സൈഡ് അതായത് റൈറ്റ് ട്രയാങ്കിളാണ്, ഹൈപ്പോട്ട്ന്യൂസ്, ഇത് ബേസും ഓൾട്ടിറ്റ്യൂഡാണ്, നമുക്കറിയും അല്ലേ. റൈറ്റ് ട്രയാങ്കിളിൽ ഇത് ഹൈപ്പോട്ട്ന്യൂസ്, അപ്പോൾ ഇത് ബേസും ഓൾട്ടിറ്റ്യൂഡാണ്. നമുക്കിത് എന്തറിയാം? ഓൾട്ടിറ്റ്യൂഡ് അറിയാം, ഹൈപ്പോട്ട്ന്യൂസ് അറിയാം. അപ്പോൾ ബേസ് കാണണം. ബേസ് കാണാനുള്ള ഫോർമുല എന്താ? ബേസ് കാണാൻ പൈത്തഗോറസ് തിയറം ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈപ്പോട്ട്ന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇതാണ് ഫോർമുല. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റൂട്ട് ഓഫ് ഹൈപ്പോട്ട്ന്യൂസ് സ്ക്വയർ, ഹൈപ്പോട്ട്ന്യൂസ് 4 ആണ്. ഇപ്പോൾ 4 സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, ഇതാണ് ഓൾട്ടിറ്റ്യൂഡ്, 1 സ്ക്വയർ. 4 സ്ക്വയർ 16 ആണ്, 1ൻ്റെ സ്ക്വയർ 1 ആണ്. 16 1 കുറച്ച് 15. നമുക്ക് എന്ത് കിട്ടി? ബേസ്, അതായത് അഡ്ജസ്റ്റൻറ്റ് സൈഡ് കിട്ടി. എത്രയാണ്? റൂട്ട് ഓഫ് 15 എന്ന് കിട്ടി. ഇനി നമ്മൾ കാണേണ്ടത് എന്താണ്? സീക്ക് ബി. സീക്ക് ബി, സീക്ക് ബിയുടെ ഫോർമുല എന്താ? ഈ സീക്ക് ബി പറയണത്, സീക്ക് എന്ന് പറയുന്നത് കോസിൻ്റെ റെസിപ്രോക്കലാണ്. കോസിൻ്റെ റെസിപ്രോക്കലാണ്. കോസിൻ്റെ ഫോർമുല എന്താ? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ആണ്. കോസിൻ്റെ ഫോർമുല അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ്. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കലാണത്. അപ്പോൾ എന്താ? ഹൈപ്പോട്ട്ന്യൂസ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ് ഫോർമുല. അഡ്ജസൻറ്റ് സൈഡ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഹൈപ്പോട്ട്ന്യൂസ് എത്രയാണ്? 4 ബൈ അഡ്ജസൻറ്റ് സൈഡ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. എത്രയാണ്? റൂട്ട് ഓഫ് 15. ഉത്തരം 4 ബൈ റൂട്ട് ഓഫ് 15.